മലയാളിയെ ആദ്യമായി സിനിമ കാണിച്ച ജോസ് കാട്ടൂക്കാരൻ ഓർമ്മയായിട്ട് 100 വർഷം തികയുന്നു. സഞ്ചരിക്കുന്ന കൊട്ടകയുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചാണ് ജോസ് കാട്ടൂക്കാരൻ മലയാളിയെ സിനിമ കാണിച്ചത്. ചേർത്തല ഉൾപ്പെടെ ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലും ജോസ് കാട്ടൂക്കാരൻ സിനിമ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സഞ്ചരിക്കുന്ന കൊട്ടകയുമായാണ് ജോസ് ആദ്യമായി മലയാളിയെ സിനിമ കാണിച്ചത്. ബയോസ്കോപ്പ് ഇലക്ട്രിക്കൽസ് എന്ന തൻ്റെ സഞ്ചരിക്കുന്ന കൊട്ടകയുമായി കേരളം മുഴുവൻ സഞ്ചരിച്ച തൃശ്ശൂർകാരൻ ജോസ് കാട്ടൂക്കാരനാണ് മലയാളികളെ ചലച്ചിത്രങ്ങൾ ആദ്യമായി കാണിച്ചത്. അന്ന് സ്ഥിരം തിയേറ്ററുകളില്ല. സഞ്ചരിക്കുന്ന കൊട്ടകയാണ് ഉണ്ടായത്. തുറസായ സ്ഥലത്ത് സർക്കസ് ടെൻറ്റ് മാതൃകയിൽ തുണി കൂടാരം കെട്ടി അതിനുള്ളിൽ ബയോസ്കോപ്പ് യന്ത്രം നടുഭാഗത്ത് വച്ചായിരുന്നു പ്രദർശനം. വലിച്ചു കെട്ടിയ വെള്ള തുണിയിലാണ് സിനിമ കാണിച്ചിരുന്നത്. ബയോസ്കോപ്പ് മെഷീൻ പ്രവർത്തിച്ചിരുന്നത് മെഴുകുതിരി വെളിച്ചത്തിൽ. അന്ന് നിശബ്ദ ചിത്രങ്ങളുടെ കാലം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന കൊട്ടകയുമായി ചുറ്റിക്കറങ്ങിയാണ് ജോസ് മലയാളികൾക്ക് സിനിമയെന്ന പുത്തൻ കലാരൂപത്തെ പരിചയപ്പെടുത്തിയത്. അക്കൂട്ടത്തിൽ ഒരു നാൾ അദ്ദേഹം ചേർത്തലയിലും എത്തി. ചേർത്തല സെൻറ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ തെക്കുവശമുള്ള മൈതാനത്ത് തുണിക്കൂടാരം കെട്ടിയായിരുന്നു പ്രദർശനം. ഇത് ചേർത്തല താലൂക്കിലെ ആദ്യത്തെ സിനിമാ പ്രദർശനമായിരുന്നുവെന്ന് ചരിത്രകാരനായ ചേലങ്കാട്ട് സാജു പറഞ്ഞു. മലയാള സിനിമയുടെ പിതാവ് ജെ.സി. ഡാനിയലാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ മലയാളത്തെ സിനിമയെ മലയാളികളുമായി പരിചയപ്പെടുത്തിയ ഒരാളുണ്ട്. അത് തൃശ്ശൂർക്കാരൻ ജോസ് കാട്ടൂക്കാരൻ. ഇത് ഏതാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിലെ തുടക്കം മുതൽ മലയാളികളെ സിനിമയായിട്ട് വളരെയധികം അടുപ്പിച്ചു. അദ്ദേഹത്തിന് ജോസ് ബയോസ്കോപ്പ് ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞ തുണിക്കൂടാരത്തിനുള്ളിലെ പ്രദർശനം വഴി നവീന കലാമാധ്യമമായ സിനിമയുമായി മലയാളികൾ പരിചയപ്പെട്ടു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ തുണിക്കൂടാരമായിട്ട് അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. ആ നിശബ്ദ സിനിമകളായിരുന്നു അന്ന് അദ്ദേഹം പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത്. ചേർത്തലയിലും അദ്ദേഹം പ്രയാണത്തിനിടയ്ക്ക് ഒരിക്കൽ വന്നു. ഇന്നത്തെ സെൻറ് മേരീസ് ഹൈസ്കൂളിൻ്റെ തെക്കുവശം ഉള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അന്നതൊരു വലിയ വെളിയും പ്രദേശമായിരുന്നു. അവിടെ ഒരു ടെൻറ്റ് കെട്ടി അദ്ദേഹം ആദ്യമായി ചേർത്തലക്കാരെ സിനിമ പ്രദർശനം കാണിച്ചു. സിനിമ എന്തെന്ന് ചേർത്തലക്കാർ മനസ്സിലാക്കുന്നത് ജോസ് കാട്ടൂക്കാരനിലൂടെയാണ്. 1925 മെയ് 26 ജോസ് കാട്ടൂക്കാരൻ അന്തരിച്ചത്.